സിനിമയുടെ അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും നമുക്കെല്ലാം ഈ കോളേജ് ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ ഈ യുവാക്കളുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഒരു പ്രസരിപ്പ് വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ പ്രസരിപ്പോടുകൂടി നമ്മുടെ യുവാക്കൾ അണിനിരക്കുന്ന നമ്മുടെ പ്രകമ്പനം സിനിമയുടെ പൂജയും സ്വിച്ചോടും ഷൂട്ടിങ്ങും ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ഗണപതി, സാഗസൂര്യ, വലിയ സന്തോഷം. ഇതൊരു കുടുംബകാര്യമാണ്. സുധീഷും ശ്രീജിത്തും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. സുധീഷ് ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയ വിശ്വനാഥവൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സുധീഷും സുബൈറും ചേർന്നിട്ടാണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഹംസയുണ്ട് ഇവിടെ. ശ്രീജിത്ത് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ആഡ് ഷോട്ട് ഫിലിമിൻ്റെ മറ്റേ ആളുകൾ സാഗറിനൊക്കെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ചെറുപ്പക്കാരുടെ ഒരു സിനിമയാണ്. പുതിയ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ അവരൊന്നും എനിക്ക് പരിചയമില്ല. എല്ലാവരെയും ഇന്നാണ് കാണുന്നത്. ഇവിടെ വന്നിട്ട് ഇത്തിരി പ്രായമായതായിട്ട് തോന്നുന്നു. സിനിമ പ്രകമ്പനം തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കട്ടെ. വലിയ വിജയമാണ്. നായക പരിപാടി ഒന്നും എല്ലാവരും ഒരു കൂട്ടക്കളിയാണ്. പിന്നെ നായകൻ എനിക്കിതിൽ പേരുമില്ല. സാഗറിനാണ് മൊത്തം പേരൊക്കെ കൊടുത്തേക്കുന്നത്. എന്തായാലും ഈ ചടങ്ങിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞോട്ടെ. താങ്ക് യു ലാൽജോ സർ. ആൻഡ് ഹംസൊക്കെ എൻ്റെ ആദ്യത്തെ സിനിമയുടെ നിർമ്മാതാവാണ്. അതെ, അവിടെ നിന്നാണ് തുടങ്ങിയത്. 18 വർഷമായി. താങ്ക് യു ഹംസക്ക, സുബൈർക്ക, എല്ലാവരോടും നന്ദി. സിനിമ നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു ഭയങ്കര സന്തോഷം. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടായിരുന്നു. ഇങ്ങനെ നല്ലൊരു സിനിമ കിട്ടിയെങ്കിൽ ഭയങ്കര ഭാഗ്യമുണ്ട്. അപ്പോൾ സിനിമ നന്നായി വരട്ടെ. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരുപാട് പൈസ കിട്ടി. വീണ്ടും ഇതുപോലത്തെ ഒരുപാട് സിനിമകൾ എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവർക്കും ഈ സിനിമ അടുത്ത ലൈഫിലേക്ക് വലിയൊരു സ്റ്റെപ്പായി മാറട്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും കട്ടയ്ക്ക് ഇവിടെ നിൽക്കണം. താങ്ക് യു. എനിക്കൊന്നും പറയാനറിയില്ല. ബാക്കി തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷം ലാലുവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെയൊക്കെ ഒത്തുകൂടി. അതുകൊണ്ടൊരു വളരെ നല്ല ഭാഗ്യമാണ്. ദൈവം അനുഗ്രഹിക്കുകയാണ്. ഗണപതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. സുധീഷ്, കുടുംബം, ഫാമിലി, ഞങ്ങളുടെ ഫാമിലിയാണ് ഇതെല്ലാം. അതുകൊണ്ട് അതിനേക്കാൾ ഉപരി ഈ ചിത്രത്തിൻ്റെ ടൈറ്റില് പ്രകമ്പനം, അത് ദൈവം നല്ല രീതിയിൽ പ്രകമ്പനം കൊള്ളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്താ പറയുക, എല്ലാ ഇവിടെ വന്ന ഈ മഴയത്ത് തിങ്കളാഴ്ച ദിവസമാണ് വർക്കിംഗ് ഡേ ആണ്. എല്ലാവർക്കും ജോലി, ബിസിനസ്, അതിനിടയ്ക്കൊക്കെ നമ്മുടെ ഈ ചെറിയ പരിപാടിക്ക് വന്ന് നിങ്ങളുടെ സ്നേഹവും സഹകരണവും അത് ആദ്യം എല്ലാവരോടും നന്ദി പറയുന്നു. ഇവിടെ വന്ന ഓരോരുത്തരോടും ഞാൻ വിളിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഓരോ തിരക്കിൽ ലാലുപടി ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ലാലുപാവം രാവിലെ തന്നെ ഇവിടെ നേരത്തെ എത്തിയത് ആദ്യത്തെ ലാലുവാണ്. ആ ലാലുവിന് ആദ്യം പ്രത്യേക നന്ദി. പിന്നെ ആംസ്റ്റർഡാം പറഞ്ഞാൽ നമ്മുടെ സിനിമകളെ കാണുന്നവരാണ്. ഈ സ്വഭാവം ഞാൻ ചെറുതാണ്. അന്നത്തെ രാവിലെ താമസിക്കുക. സൂപ്പർ ഹിറ്റുകൾ നമുക്ക് ഇഷ്ടംപോലെ നിർമ്മിച്ചതും വിനോദയാത്ര, അങ്ങനെ ദിലീപിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ആംസ്റ്റർഡാം നമ്മുടെ കോട്ടയം എത്തി. ആംസ്റ്റർഡാം പ്രത്യേകം നന്ദി. പിന്നെ എൻ്റെ മെന്റോറായ വേണിച്ചേട്ടൻ ഇവിടെയുണ്ട്. വേണിച്ചേട്ടൻ നമ്മുടെ എല്ലാ പറഞ്ഞ മഹാരാജ് കോളേജിൽ മെയിനാണ്. വേണിച്ചേട്ടൻ പ്രത്യേകം നന്ദി. ഇവിടെ വന്ന ഓരോരുത്തർക്കും എൻ്റെ പാർട്ട്നേഴ്സ്, ഫ്രണ്ട്സ്, പിന്നെ സുബൈറിനും നന്ദി പറയണ്ട. സുബൈറിൻ്റെ കൂടെ തന്നെയുള്ള ആളാണ്. എല്ലാവരോടും പ്രത്യേകം നന്ദി. പിന്നെ ഇതിലെനിക്ക് ഒരു കാര്യം പറയാനായി, സുബൈറിൻ്റെ ചേട്ടൻ സൈനുദ്ദി നമ്മളൊക്കെ മേടവായെന്ന് വിളിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഡയറക്ടർ വിജയശിനെയോ അല്ലെങ്കിൽ ശ്രീഹരിനെയോ പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ വേറൊരു ചിത്രത്തിൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ. സൈനിധിക്കാരെ വന്നിട്ടാണ് അങ്ങനെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. ഞാൻ കേൾക്കുകയും എനിക്കെന്തോ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ ശ്രീജിത്തോട് പറയും, ശരിയായിട്ട് നമുക്ക് ജീവിതം അങ്ങനെ ചിത്രം തുടങ്ങി. ഇതൊരു നിമിത്തം പോലെ
അങ്ങനെ ഒത്തുകൂടുകയായിരുന്നു. അത് നിങ്ങളെല്ലാവരും വന്നു. ഇനി നിങ്ങളുടെ പാർട്ടിയും സാറിന് വേണം. ഞങ്ങളുടെ പണിയും എല്ലാവരും അവരെ കൃത്യമായി ചെയ്യുന്നത്. ശ്രീഹരി എന്ന് പറഞ്ഞ പുതിയൊരു റൈറ്ററെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ശ്രീഹരി രംഗത്ത് IIT എംബക്കാരനാണ്. അപ്പോൾ മലയാള സിനിമയ്ക്ക് രഞ്ജൻ പ്രമോദിനെയും ജെയിംസ് ആൽബർട്ടിനെയും അതേപോലെ മുരളീഗോപിയൊക്കെ സമ്മാനിത ലാൽബോസറിനെ അവർ ശിക്ഷണം ചെയ്ത് കൊടുത്ത് അവൻ അനുഗ്രഹമാവട്ടെ. അവരെപ്പോലെയൊക്കെ അവർ വിജയങ്ങളൊക്കെ എല്ലാവരും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് എടുത്തോട്ടെ, ഇതിൽ പോകുമ്പോൾ